നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് വിശാഖപട്ടണത്തു നിന്ന് ഡിയോമലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ. ഇതൊരു സൺറൈസ് പോയിൻ്റാണ്. നമ്മൾ വിശാഖപട്ടണത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിശാഖപട്ടണത്ത് നിന്ന് വിടുകയാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു 180 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഓൺ ദ വേ ഇതുപോലെ ബൊലേറോ പ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ക്യാമ്പറിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ക്യാമ്പർ കൊണ്ട് വന്നതാണ്. അപ്പോൾ ആളൊക്കെ ആയിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. നമ്മൾ പോകുന്നത് രാത്രിയാണ്. രാത്രിയാകുമ്പോൾ കുറച്ച് ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറവുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്ത് സൺറൈസ് കാണാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് നൈറ്റായിട്ട് രാത്രി ഒരു 10 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കൂടെ ബദ്രി ബ്രോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഓൾ ഇന്ത്യ ക്ലബ്ബ് ഉണ്ട് ബൊലേറോയുടെ. അപ്പോൾ അതിനകത്തൊരു മെമ്പറാണ്. ആളാണ് വിശാഖപട്ടണത്ത് എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ കേട്ടോ. ആളുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ഒക്കെ അടിച്ചത്. നമുക്ക് റായ്പൂരിൻ്റെ ബോർഡൊക്കെ കാണാം. 350 കിലോമീറ്റർ സംതിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു വഴിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫുള്ള് എന്താ പറയുക, ലോറികളായിരിക്കും കേട്ടോ. ഒറീസ ഭാഗത്തോട്ട് പോകുന്ന ലോറികൾ, വെസ്റ്റ് ബംഗാൾ പോകുന്ന ലോറികൾ, അങ്ങനെ കുറേ ഇഷ്ടംപോലെ ലോറികൾ നമുക്ക് കാണാൻ പറ്റും രാത്രി. അല്ലാതെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മൾ ഹൈവേ റൂട്ടാണ് കുറേയൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഫോറസ്റ്റ് റൂട്ട് പോലത്തെ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഹൈവേ റോഡിൽ നിന്ന് നമ്മൾ തെറ്റി ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് കയറി കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വീടുകളൊക്കെ വളരെ കുറവാണ്. അതുപോലെ ശരിക്കൊരു കാടിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ഒരുപാട് മൊയലുകളെ ഇതൊക്കെ കാണാൻ പറ്റി. റോഡ് ക്രോസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു വളരെ ഇടുങ്ങിയൊരു ചെറിയൊരു റോഡാണ് കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഒറീസ ബോർഡറാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറീസയിലെത്തും. ഒറീസയിൽ നിന്ന് പിന്നെ ഒറീസയിലാണ് നമ്മുടെ ഈ ഡിയോമാലി എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് രാവിലെ എന്തായാലും എണീറ്റ് ഒരു നല്ലൊരു സൺറൈസ് കാണാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ നമ്മുടെ പോക്ക്. അങ്ങനെ നമ്മൾ ഒറീസയിലേക്ക് കടന്നു കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഒറിയ എന്ന് പറഞ്ഞ ഭാഷയുണ്ടല്ലോ, അതിലാണ് നമുക്ക് ബോർഡുകളൊക്കെ കാണാൻ പറ്റുക. ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട് നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഒഡീഷ ബോർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോഡൊക്കെ കുറച്ചും കൂടി വീതി കൂടിയതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ ഇത് കണ്ടോ, തട്ടായിട്ടാണ് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പാണ്. എല്ലാം ഇങ്ങനെ തട്ടായിട്ടുള്ള കൃഷികളാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഡിയോമാലി എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ശേഷം നമുക്ക് രാവിലെ കാണാം. രാവിലെ ടെൻറ്റിൽ നിന്ന് എണീറ്റുള്ളൊരു ദൃശ്യമായിട്ടത് ഒന്നും പറയണ്ട. ഒരു 1.5 വ്യൂ ആയിരുന്നു അവിടെ പോയ സമയത്ത് കണ്ടത്. ചുറ്റും മലകളാണ്. മലകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. സത്യം പറഞ്ഞാൽ രാത്രി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ഇങ്ങനെ ലൊക്കേഷൻ എന്നുള്ള കേട്ടോ. ഒടുക്കത്തെ തണുപ്പാട്ടാ. എനിക്ക് ഓൾറെഡി കഫക്കെട്ടെല്ലാം പിടിച്ച് സൗണ്ടെല്ലാം പോയി. ഫുഡ് ഉണ്ടാക്കാൻ ക്യാമ്പ് ചെയ്യാനുള്ള ആൾക്കാർ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു ഓഫ് റോഡ് ട്രാക്ക് കാണുന്നുണ്ട്, പോയി നോക്കണം. പൊളി. ഇഷ്ടംപോലെ മലകൾ കേട്ടോ, നിറച്ചു. പൊളി കൊള്ളാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രി വലിയ തണുപ്പൊന്നും തോന്നിയില്ലെങ്കിലും രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ടെൻറ്റിനുള്ളിലൊക്കെ നല്ല പുതച്ച് മൂടി കിടന്നുറങ്ങാൻ പറ്റി. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്.
ഇന്നലെ രാത്രി നമ്മൾ വന്ന സ്ഥലം കേട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റ് കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അടച്ചിട്ട് പോയത്. ഡിയോമാലി ഒഡീഷ ടൂറിസം കണ്ട അടിപൊളിയാണ്. ഒഡീഷയിലെ ചെറിയൊരു വില്ലേജസ് വഴിയാണ് നമ്മൾ കയറി വരേണ്ടത്. കാണാൻ വലിയ കുമ്പൊന്നും ഇല്ലെങ്കിലും സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഫുൾ മൗണ്ടൈൻസ്, അടിപൊളിയാണ്. അകത്ത് കയറണമെങ്കിൽ 30 ഉറുപ്പിക ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ രാത്രി ഇട്ട് തന്നെ കിടന്നിറങ്ങിയത്. നല്ല കാറ്റ്, നല്ല തണുപ്പ്. കുറേ കാലം കൂടിയിട്ട് ഒന്ന് ക്യാമ്പ് ചെയ്യുന്ന കേട്ടോ. ടെൻ്റെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. നല്ല ഒരു സുഖമുണ്ട്, ഫ്രഷ്നെസ് ഉണ്ട്. വണ്ടിയിൽ കിടക്കുന്നതിലും എത്രയോ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ടെൻറ്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അതുപോലെ ഒരു ഓഫ് റോഡ് ട്രാക്ക് കാണുന്നുണ്ട് ഓപ്പോസിറ്റ്. അങ്ങോട്ടൊന്ന് കയറി നോക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് വന്നു. ഛത്തീസ്ഗഡിൽ ഒരു വാട്ടർഫാൾ ഉണ്ട്, അത് കാണാനല്ലേ പോക്കാം. അങ്ങനെ നമ്മൾ എക്സാക്റ്റ് വ്യൂ പോയിന്റിൽ എത്തി കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സൂര്യൻ ഉദിച്ചേർന്ന് കാണാൻ പറ്റും. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, 3-4 വണ്ടി ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വലിയൊരു എന്താ പറയുക, ആൾക്കൂട്ടം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലം എന്നല്ല. ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, പുറത്തുള്ള ടെൻറ്റ് പറ്റില്ല എന്നൊക്കെ ബോർഡൊക്കെ കണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ടെൻറ്റ് തന്നെ യൂസ് ചെയ്ത്. രാത്രി 1:30-2 മണിയായി വരുമ്പോൾ. ഒഡീഷയിൽ നമ്മളെ ഫസ്റ്റത്തെ ഒരു പോയിൻ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് നമ്മുടെ 18ാമത്തെ സ്റ്റേറ്റാണ് ഓൾ ഇന്ത്യ ട്രിപ്പിൽ. ഇനി ബാക്കി ഒരു 10 കൂടി ഉണ്ട് കേട്ടോ, അത് തീർക്കാനുണ്ട്. പിന്നെ നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്. ഇതെന്തായാലും സൺറൈസൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങാം കേട്ടോ. ഇവിടുന്ന് പോകാനൊന്നും തോന്നുന്നില്ല, അത്രയ്ക്കും നല്ല വ്യൂ ആണ്, മനോഹരമായ വ്യൂ ആണ്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇന്ന് നമുക്ക് ഛത്തീസ്ഗഡിലേക്കാണ് പോകേണ്ടത്. കുറച്ച് നമ്മുടെ ഒഡീഷയിൽ തന്നെ കുറച്ച് ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാൻ. അത് കണ്ടതിന് ശേഷം നേരെ ഛത്തീസ്ഗഡ് പോയിട്ട് നമ്മളെ ഇന്ത്യൻ നയാഗ്രയൊക്കെ കാണാനുണ്ട് കേട്ടോ, വാട്ടർഫോൾസ്. അപ്പോൾ അതൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള പോക്കാണ്. എന്തായാലും ഞാനിവിടുന്ന് റിട്ടേൺ ഇറങ്ങുകയാണ്. ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ ഒഡീഷയിലെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും ഈ 2 സ്റ്റേറ്റിലുള്ള കാഴ്ചകളായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching. Bye.